ഈ ഒരു ഡയറക്ടർ നിലയിൽ ഇപ്പം നമുക്ക് മമ്മൂക്ക മോഹൻലാലിനെ പരാമർശിക്ക് പോകാനൊക്കത്തില്ല. അവരായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല അവരെ ചെയ്യാനുള്ള എന്തെങ്കിലും ഭാവി ഉദ്ദേശം അവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, എനിക്ക് മമ്മൂക്കാനായിട്ടും നല്ല പരിചയമുണ്ടും ലാലേട്ടനായിട്ടും പരിചയമുണ്ട്. പക്ഷേ ഞങ്ങൾ 2020 ഇതൊക്കെ കണ്ടു ഞാൻ മിക്കവാറും എല്ലാവരുമായിട്ടും എനിക്ക് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഭയങ്കര സൗഹൃദങ്ങളല്ല, ജസ്റ്റ് കണ്ടാൽ ഒരു ഹലോ പറയാനുള്ള സൗഹൃദങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനൊരിക്കലും എൻ്റെ സിനിമകളിൽ ഞാനീ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമ ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ അവരുടെ പോലത്തെ വലിയ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകാവുന്നൊരു അവസ്ഥയുമല്ല എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ. പിന്നെ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവുമല്ലോ, പക്ഷേ എനിക്ക് സ്വപ്നങ്ങളില്ല എന്നല്ല, നടക്കാത്ത കാര്യങ്ങൾക്ക് മെനക്കെടാതിരിക്കുക. ചിന്ത വന്നിട്ടേ ഇല്ല. അതൊരു ബ്രേക്ക് അല്ലേ, ഒരു ക്രിയേറ്ററെ സംബന്ധിച്ച് ഭയങ്കര ബ്രേക്ക് ആവത്തെ അവർ വെച്ച്. അല്ല, അങ്ങനെ ആകും. പക്ഷെ നമ്മൾ കണ്ടെത്തുന്ന കഥകൾക്കനുസരിച്ചിട്ടല്ലേ നമ്മൾ കണ്ടെത്തുന്ന കഥകൾ നമ്മുടേതായ. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാനെപ്പോഴും ഒരു കോമൺ മാൻ എഫക്റ്റ് ഉള്ള സിനിമകളാണ് എൻ്റെ മനസ്സിലുണ്ടാകുക. അതാണ് ഇത്രയും പടങ്ങളിൽ ഇവര് മമ്മൂക്ക വല്ലതും പടം കണ്ടിട്ടുണ്ടാവോ? അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവോ? വ്യാസൻ സാറിന്റെ പടം കണ്ടിട്ടുമല്ലോ. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ അറിവൊന്നുമില്ല. ശുഭരാത്രി പുള്ളി കണ്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ശുഭരാത്രി കണ്ടിട്ട് മജീദ് ഖാനോട് ചോദിച്ചിട്ടുണ്ട്. സിദ്ദീഖിൻ്റെ ബ്രദറും മജീദ് ഖാനോട് ചോദിച്ചു, ഇവനെങ്ങനെ അറിയാം ഈ അൽനാമനെയും സുൽനാമനെയൊക്കെ എന്ന് ചോദിച്ചു. അൽനാമ സുൽനാമ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു കസിൻസിൻ്റെ പേരാണ്. പക്ഷെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സാദിഖിൻ്റെ ഇളയമ്മമാരാണ് അവർ രണ്ടുപേരും. അപ്പം ഇവരെപ്പോഴും ഇങ്ങനെ പറയും, സിദ്ദിഖാക്കും അവരായിട്ട് നല്ല റിലേഷനാണ് ഈ സാദിഖിൻ്റെ വീട്ടിലിടവനൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ അൽനാമ സുൽനാമ എന്നുള്ളത് അങ്ങനെ അവരുടെ വിളിക്കണ പേരാ. ആ വിളിപ്പേര് ഞാൻ ഇട്ടപ്പോൾ മമ്മൂക്ക എന്നൊരു ചോദിച്ചു അങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞറിയാം. സിനിമ അല്ല, എന്നെ അറിയാലോ. 2020 എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ നമ്മൾ ഒന്നിച്ചല്ലേ വർക്ക് ചെയ്തത്. എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ലാലേട്ടനായിട്ടും ഈ 2020 സമയത്ത് വർക്ക് ചെയ്ത ഞങ്ങൾ എല്ലാ ദിവസവും ഫുൾ ടൈം ഉള്ളതല്ലേ, ഞാനൊക്കെ അവിടെ ഉള്ളതല്ലേ, അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ സുരാജ് അതായത് 2020 ആർട്ടിസ്റ്റുകളില്ല, എല്ലാവരുമായിട്ടും നമുക്ക് അവിടെ ആ പടത്തിൽ കൂടി അല്ല, എല്ലാവരെയും നമ്മൾ ഡെയിലി കാണണല്ലേ, എല്ലാവരുമായിട്ടും സൗഹൃദം. അല്ല, ശരിക്കും പറഞ്ഞാൽ അത്രയും പ്രോജക്റ്റ് നേരിട്ട് കണ്ട ഒരാളെന്നിട്ട് ചോദിക്കും, ആ ഒരു പ്രോജക്റ്റ് ഇനി ഉണ്ടാകാൻ വലിയ പാടായിരിക്കും അല്ലേ, ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ കോർഡിനേറ്റ് കൊണ്ടുവരാൻ. അതായത് നിലവിൽ അമ്മ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉദയകൃഷ്ണൻ എഴുതി നിലവിലുണ്ട്, നടക്കുന്നില്ല. ഈ കോർഡിനേഷൻ ആയിരിക്കും പാടല്ലേ, അതാണ് പ്രശ്നം. ഈ 2020 ദിലീപ് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പ്രോജക്റ്റുകൾ നടക്കത്തില്ലായിരുന്നില്ല. അങ്ങനെയല്ല, അവർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു, പക്ഷെ ആര് ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ഇത് ചെയ്യുന്നുള്ളായിരുന്നു പ്രശ്നം. അപ്പോൾ അന്ന് ഞാനും ഉദയനും പുള്ളിയും കൂടിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ നമുക്കിത് ചെയ്യാമെന്ന് രണ്ടും കൽപ്പിച്ച് ഏറ്റെടുക്കുക, വരണോടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ ചെയ്യണത്. അത് 10-28 ദിവസം ഗംഭീരമായിട്ട് പോയ സിനിമയാണ്. പിന്നെ ഇടയ്ക്കാണ് ക്ലാഷായി. ഒരിക്കൽ ക്ലാഷ് ആയാൽ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ക്ലാഷ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ എല്ലാവരും ഫ്രീ ആയിട്ട് അഭിനയിക്കല്ലേ, അമ്മയ്ക്ക് ഒരു ഫണ്ട് കൊടുക്കണല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരാരും പ്രതിഫലമില്ല, മറ്റു സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളല്ലേ. ഇതിൻ്റെ ഇൻബിറ്റ്വീനിൽ അവർ വന്നത് അഭിനയിച്ചു കൊണ്ട് പിന്നെ ഈ കണ്ടിന്യൂറ്റി പ്രശ്നം ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ എല്ലാ സിനിമയിലുള്ള പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പക്ഷെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തതും എല്ലാവരും അത് അസാമാന്യ തിരക്കഥയും. അസാമാന്യ തിരക്കഥ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള പഠിക്കേണ്ട സ്ക്രീൻ പ്ലേ ആണത്. അതായത് നമ്മൾ ഒരു സിനിമാ വിദ്യാർത്ഥി പഠിക്കേണ്ട സ്ക്രിപ്റ്റാണത്, അസാമാന്യ സ്ക്രിപ്റ്റാണ്. ആർട്ടിസ്റ്റിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ തമിഴിലൊക്കെ അത്തരം സിനിമ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊരു ഫാഷൻ ഷോ മാത്രമായിരുന്നു. ഇതങ്ങനെയല്ല, ഒരു കഥയിൽ എങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഉൾപ്പെടുത്താം എന്നുള്ളത് ഗംഭീരമായിട്ട് ചെയ്യണം. ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ശ്രീനിയേട്ടൻ്റെ കഥാപാത്രം, ശ്രീനിയേട്ടൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അന്ന് കത്തി നിൽക്കുന്ന ആർട്ടിസ്റ്റാണ്. പക്ഷെ ശ്രീനിയേട്ടനെ പോലൊരു ആൾക്ക് ഒരു ചെറിയ വേഷം കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടണം, അമ്മാതിരി വേഷം ഇരിക്കണം. ലാസ്റ്റ് മോഹൻലാലിനെ മറ്റേ കൈവലം കഴിച്ച് പുറത്തേക്ക് വിടുന്ന കഥാപാത്രമാണ്. അത് ഭയങ്കര സംഭവമല്ലേ. അത് ചെയ്യണ ആരാണ്? ഒരു സാധാരണ കോൺസ്റ്റബിള്. ആർട്ടിസ്റ്റ് ആരാ? ശ്രീനിവാസൻ. ആൾക്കാർ വിശ്വസിക്കില്ലേ? അങ്ങനെയാണ് അതാണ് അതിൻ്റെ പ്ലേസ്മെന്റ് ഭയങ്കരമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉദയനും സിബിയും ഞാനും കൂടിയും ഒരു 3 വർഷം 2 വർഷം കാക്കനാടല്ല
കളമശ്ശേരിയിൽ ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നു. എഴുത്തൊക്കെ അവർ തന്നെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചർച്ചകളും പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഇതിന്റെ ത്രൂഔട്ട് പ്രോസസ്സിങ് അറിയുന്നുണ്ട്. ഞാനാണ് എല്ലാത്തിൻ്റെയും കൂടെ ഞാനാണ് ഉണ്ടായിരുന്നത്, എല്ലാത്തിൻ്റെയും കൂടെ. അവർ ലാസ്റ്റ് മൂന്നാറിൽ എഴുതാൻ കൊണ്ടുപോയിരുത്തുന്നവരെ ഞാനാണ്. അത് എഴുതണില്ല, ചർച്ച മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ 2 വർഷം എഴുത്ത് തുടങ്ങുന്നത് നമ്മൾ എഴുത്ത് വളരെ കുറച്ച് ദിവസം കൊണ്ട് അവർ എഴുതിയെടുത്തു കഴിഞ്ഞു. പക്ഷെ എഴുത്തിന് വേണ്ടിയല്ല, ഡിസ്കഷൻ, ഈ ചർച്ചകൾ നീണ്ടുപോയതാണ് അവരുടെ. ശരിക്കും ഈ പടത്തിന് ഇൻ്റർവെലേ ഉള്ളൂ. ഒരു ഇൻ്റർവെല്ലിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാണ്. നമ്മളൊരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉദയം പറയുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങണോ, അപ്പോൾ അല്ല അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ പുറത്തിറങ്ങണം, അയാളെ ജാമ്യം കൊടുത്ത് ഒരു അഡ്വക്കേറ്റ് പുറത്തിറങ്ങണം. അപ്പോൾ അതുവരെ നമ്മളറിയണമെന്ന് വെച്ചാൽ അയാളെ എല്ലാവരും ചതിച്ചാണെന്നോ. ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഇയാൾ പറയണം ഇനി എനിക്ക് 2-3 പേരെ കൂടി കൊല്ലാണ്ടെന്ന് പറഞ്ഞു കൊടുത്താണ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഇൻ്റർവെല്ലിൽ നിന്ന് അങ്ങോട്ടും ഇൻ്റർവെല്ലിൽ നിന്ന് ഇങ്ങോട്ടും ഒരു സിനിമ ഉണ്ടാക്കിയാണ് ചെയ്തത്. ഒരൊറ്റ ഇൻ്റർവെൽ 5 ബ്ലോക്കാണ് ഉദയം പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തു? അല്ല അങ്ങനെ ഒന്നല്ല. ഇവർക്ക് ഈ സൂപ്പർ സ്റ്റാർക്ക് പ്രാധാന്യം കുറയാൻ പാടില്ലല്ലോ. അല്ല, അത് പിന്നീട് അത് അവരുടെ പ്ലേസ്മെന്റ് തന്നെയാണ്. അത് ഉദയനൊക്കെ ഭയങ്കര സാധനങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഇത് പ്ലേസ് ചെയ്ത് ഗംഭീരമാക്കി. അത് അവർ രണ്ടുപേരും മൂന്നാറിൽ 20 ദിവസം 23 ദിവസമായിട്ട് ഇരുന്നുള്ളൂ മൂന്നാറിൽ. അപ്പോഴത്തേനും അവർ സ്ക്രിപ്റ്റ് ഇട്ടാക്കി. പക്ഷെ ഡിസ്കഷന് 2 വർഷം എടുത്ത്. 2 വർഷം എടുത്ത് അങ്ങോട്ട് ഇവർ തമ്മിലുള്ള ഡിസ്കഷനാണ്. മറ്റേ വേറെ ദിലീപ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, ഞാനുണ്ടാവും, അനൂപ് ഉണ്ടാവും, അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഡിസ്കസ് ചെയ്യില്ല. പക്ഷെ എഴുതി വരുന്നപ്പോൾ അത് വേറെ ഒരു സാധനമായി. അതിനു മുമ്പ് നമ്മളിങ്ങനെ ഓരോരുത്തരോട് കഥ പറയണ്ടേ. കഥ പറയാൻ വേണ്ടിയുള്ള രൂപപ്പെടുത്തലുകളും സാധനങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് കഥ, ഇങ്ങനെയാണ്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്, ഇതിപ്പോൾ മധു സാറിൻ്റെ വീട്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതിനകത്ത് ഇന്ന ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും. പറയണമല്ലോ. അതും മറ്റുള്ള വേഷങ്ങൾ ചെയ്ത മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ജയറാമേട്ടൻ, പിന്നെ സുരേഷ് ഏട്ടൻ, അങ്ങനെയുള്ള എല്ലാവരും കഥ കേട്ടിട്ടുണ്ട്. അല്ല, എല്ലാവരും സബ്ജക്റ്റ് എല്ലാം അങ്ങനെ ആരും ഒളിച്ചു വെച്ചിട്ടുള്ള സബ്ജക്റ്റ് അല്ല. എല്ലാവരും കഥ കേൾപ്പിച്ചിട്ടാണ് സിനിമ. അത് മാത്രമല്ല അമ്മ സംഘടനയല്ലേ. ഒരു സംഘടനയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനയിലുള്ളവർക്കും കൂടി അറിയണ്ടേ. പിന്നെ നമ്മൾ അന്ന് സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇന്നസെൻ്റ് ആയിട്ടിന് 8 ദിവസമായിട്ട് അറിയാം അന്ന് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇടവേള ബാബുവിനെ അറിയാം. എല്ലാം അവർക്കൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. ഇനി അങ്ങനെ ഒരു സംഭവം വളരെ വിദൂരമായിരിക്കും അല്ലേ? സംഭവിക്കാൻ സാധ്യത കുറവാണ്. ഇത്ര ആർട്ടിസ്റ്റ് അല്ലേ. ഇനിയിപ്പോൾ പഴയതുപോലെ അല്ലല്ലോ. അന്നത്തെ പ്രതിഫലം അല്ലല്ലോ ഇന്നത്തെ പ്രതിഫലം. ഇതൊക്കെ പ്രശ്നമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് മോഹൻലാൽ മമ്മൂട്ടി ലീഡ് ചെയ്യുക, മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ ഇവർ 3 പേര് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഇന്നത് ഇത്തിരി നല്ല ബുദ്ധിമുട്ടായി. പക്ഷെ ഇപ്പോൾ നടക്കണ മറ്റേ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടനും മമ്മൂക്കയും ഇപ്പോഴും ആ ഒരു നിര തന്നെ നിൽക്കും. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി അല്ലേ? അത് വിട്ട് ഇപ്പോഴും മറ്റൊരു 2ാം ഘട്ടത്തിലേക്ക് ആൾക്കാർ ചിന്തിക്കുന്നില്ല പ്രേക്ഷകരല്ലേ? അല്ല, അത് അവിടെ ഉണ്ടായാലും അതിനപ്പുറത്തല്ലേ നമ്മളിപ്പോൾ ഈ ലോകയിലൊക്കെ കളക്ഷൻ റെക്കോർഡ് കണ്ടത്. പറഞ്ഞു വരുമ്പോഴും നമുക്ക് സൂപ്പർ സ്റ്റാർ അല്ല അങ്ങനെയാണല്ലോ. അത് പിന്നെ അവരിപ്പോഴും കമലഹാസൻ, രജനീകാന്ത്, കമലഹാസനല്ലേ തമിഴിലൊക്കെ, അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കണേ. അതിന് മുകളിലൊന്നും ആരുമില്ലല്ലോ. ഇപ്പോഴും ഇവർക്ക് മുകളിൽ ആരുമില്ല നിലവിൽ. അതല്ലെങ്കിലും അവർ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടോ ആരുടെയെങ്കിലും കഴിവുണ്ടല്ലോ, സ്വന്തം കഴിവുകൊണ്ട് തന്നെ വളർന്നു വന്ന നടന്മാരല്ലേ, അവരവിടെ നിൽക്കും കാലകാലം. പിന്നെ അങ്ങനെയല്ല, ഇതൊക്കെ മനസ്സിൽ രൂപപ്പെട്ട് കിടക്കണ ചില വിഗ്രഹങ്ങളല്ലേ, അതൊന്നും പെട്ടെന്ന് മാറ്റി പ്രതിഷ്ഠിപ്പിക്കാൻ പറ്റില്ല.